7 കോടി എന്നുള്ളത്. എമ്പുരാനായിരുന്നു 10 കോടിയിൽ വന്നത്. സെക്കൻഡ് കേരളത്തിൽ ഏറ്റവും ക്രോസ് വന്ന സിനിമ 7 കോടി. പിന്നീടുള്ള ദിവസങ്ങൾ അത് 4 കോടിയിലേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും തിങ്കളാഴ്ച ആകുമ്പോൾ വീണ്ടും സ്റ്റഡി ആവുന്നു. അതെന്താണെന്ന് പരിശോധിച്ചിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ബോക്സ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട നമ്പറുകളായതുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ നിന്ന് ഒരു ഉത്തരം പറയാമെന്ന് കരുതിയത്. അതായത് ഡേ 1 7 കോടി രൂപയ്ക്ക് മുകളിൽ, പിന്നീട് അത് 4 കോടി ആ രീതി, പിന്നെ 3 കോടി സ്റ്റെബിലൈസ് ചെയ്തു എന്ന് പറഞ്ഞു. അതെ 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 സ്ക്രീനിൻ്റെ എണ്ണം കുറച്ച്. 2 കാര്യങ്ങളാണ്. 7 കോടി നമ്മുടെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മണിക്കൂർ തന്നെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 17,000 ടിക്കറ്റ് എന്നുള്ള ഒരു റെക്കോർഡ് റേറ്റിൽ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ 24 ഹവേഴ്സിനുള്ളിൽ 1,77,000 ടിക്കറ്റ് ബുക്ക് മൈ ഷോ വഴി വിറ്റ് കഴിഞ്ഞു. ബുക്ക് മൈ ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലെ ഒരു 70% തിയേറ്ററുകളിലുള്ള ആപ്പാണ്. ബാക്കി സ്വന്തമായിട്ടുള്ള ആപ്പും ടിക്കറ്റും സൊമാറ്റോ പോലെ മറ്റ് ആപ്പുകളും ഉണ്ട്. അപ്പം അത് യഥാർത്ഥ കണക്കല്ല. അപ്പോൾ 1,77,000 ടിക്കറ്റ് 24 ഹവേഴ്സിൽ വിറ്റ് കഴിഞ്ഞു. 7 കോടിക്ക് മുകളിൽ ഡേ 1 പറഞ്ഞതുപോലെ ഒരു ഹിറ്റ് നമ്പർ വന്നതിന് ശേഷം രണ്ടാമത്തെ ദിവസം 2 കാര്യങ്ങളാണ്. ഒന്ന്, അവതാർ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ചിത്രം വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 93 സ്ക്രീൻസ് രണ്ടാമത്തെ ദിവസം കട്ട് ചെയ്തു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് ഏത് പടം കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ പടം ഫസ്റ്റ് ഡേ 8 മണിക്കാണ് തുടങ്ങിയത്. രാത്രി ലേറ്റ് നൈറ്റ് ഷോ 250-ലധികം ഷോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ. സെക്കൻഡ് ഡേ നമ്മൾ 8 മണിക്കല്ല, സ്വാഭാവികമായിട്ട് 10 മണി തൊട്ടാണ്, ഫാൻ ഷോ ഒന്നും ഇല്ലാത്തതിനാൽ ആഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ഒരു 20% ഷോസിൻ്റെ കൗണ്ടിലും കുറവ് വരും, 93 സ്ക്രീനിലും വരും. അതുകൊണ്ടാണ് 4 കോടി എന്നുള്ള സ്വാഭാവികമായ ഒരു പരിണാമം മാത്രമാണ് 4-ാം തീയതി പിന്നെ സ്റ്റെബിലൈസ് ചെയ്തു എന്നുള്ളത്. ഇപ്പോഴും പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പടം ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായ റിവ്യൂ ബോംബിങ് തന്നെയായിരുന്നു ചിത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിലെല്ലാം ഉണ്ടായിരുന്നു. റിവ്യൂ ബോംബിങ് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണ്. പക്ഷേ സാധാരണ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പ്രേക്ഷകരുടെ റെസ്പോൺസ് നിങ്ങൾ ഇൻസ്റ്റയിലായാലും ട്വിറ്ററിലായാലും ഫേസ്ബുക്കിലായാലും നോക്കിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. പക്ഷേ കടുത്ത ഒരു റിവ്യൂ ബോംബിങ് നേരിട്ടൊരു സിനിമയാണ് എന്ന് പറയുന്നത് യാതൊരു ഇതുമില്ല. ഈ ഒരു ബോംബിങ്ങിൻ്റെ വിഷമവും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് 1,77,000 ടിക്കറ്റ് വിറ്റിട്ടും ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റിൻ്റെ എണ്ണം വരുന്ന, പക്ഷേ റേറ്റിംഗ് വരുമ്പോൾ റേറ്റിങ്ങിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നത് കണ്ടപ്പോൾ നമ്മൾ ടെൻഷനായി. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെക്കാൾ ടെൻഷൻ എന്ന് വെച്ചാൽ ധനഞ്ജയൻ ഡയറക്ടേഴ്സ് മറ്റുള്ളവർ ടെൻഷനായി നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോഴും ഗോകുലത്തിൽ നമ്മൾ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ ചില പ്രവണതകളുണ്ട്, അറിയാം. ചുരുക്കം ചില ഇപ്പം മുൻകാലങ്ങളിൽ ചിലർ സ്വീകരിച്ച സമീപനമാണ്, വേണമെങ്കിൽ നമുക്ക് റേറ്റിംഗ് കൂട്ടാനായിട്ട് പല കാര്യങ്ങളുണ്ട്. അപ്പോഴും ഗോപാലൻ സാറിൻ്റെ അടുത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിട്ടും നമ്മളിത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സിനിമ നിർമ്മിക്കാൻ വേണ്ടി എത്ര കോടി രൂപയാണെങ്കിലും നമുക്ക് കൊടുക്കാം, പക്ഷേ സിനിമ നിർമ്മിച്ചതിന് ശേഷം അത് പ്രേക്ഷകരുടെയാണ്. അത് സത്യസന്ധമായ സിനിമയാണെങ്കിൽ, അതിനൊരു നന്മയുണ്ടെങ്കിൽ ആ ചിത്രം തന്നെ കളക്ട് ചെയ്തോളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയണ്ടേ, കൃത്രിമമായിട്ട് റേറ്റിംഗ് കാണിക്കാനോ അല്ല മറ്റു രീതിയിൽ ഇത് ചെയ്യാനോ മറ്റു കാര്യങ്ങളിലൊന്നും പൈസ മുടക്കാൻ താല്പര്യമില്ല. കാരണം ഒന്ന്, ഗോപാൽ സാറിന് ഇവിടെ പോസ്റ്റർ ഒട്ടിക്കുന്നതിൻ്റെ റേറ്റ് തൊട്ട് ഇവിടുത്തെ എല്ലാ റേറ്റിംഗ് അറിയാത്ത ഒരാളാണ്. അപ്പം ഒരു കാര്യത്തിന് വേണ്ടി ഒരു പുതിയൊരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ സാറിന് അത് ക്ലിയർ ആയിട്ട് വ്യക്തമായ ധാരണ നമ്മൾ കൊടുക്കണം. അതിൻ്റെ അകത്ത് സാർ ഒരു സത്യസന്ധമായ നീതിക്ക് നിരക്കാത്തതാണ് സാറിന് തോന്നുകയാണ് ഒരിക്കലും സാർ അംഗീകരിക്കില്ല. സാർ എപ്പോഴും പറഞ്ഞതാണ്, കോടിക്കണക്കിന് രൂപ നമ്മൾ ചിത്രം നിർമ്മിക്കാൻ ചെലവഴിക്കുക, അത് സ്ക്രീനിൽ കാണാനുണ്ടാവും. പക്ഷേ ചിത്രം കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് റേറ്റിങ്ങിനോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട. പലരും സാറിനെ ഉപദേശിക്കുന്നുണ്ട് റിവ്യൂ ബോംബിങ്ങിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും അതിനെതിരെ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ചിത്രത്തിൻ്റെ ഒരു സത്യസന്ധത ഉണ്ടെങ്കിൽ ചിത്രം വിജയിക്കും എന്ന് തന്നെയാണ്. നമ്മൾ ആർക്കെതിരെ ഒരു നിയമ നടപടിയോ വൈരാഗ്യ നടപടിയോ ഒന്നുമായിട്ട് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഫലം കണ്ടു. കാരണം ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിങ്ങിൽ തന്നെയാണ് പപ്പ. ഇന്നലെയും 3-4 മലയാള ചിത്രങ്ങൾ, അന്യഭാഷ ചിത്രങ്ങൾ ഉൾപ്പെടെ, വേറെ ഹോളിവുഡ് ചിത്രങ്ങൾ ഉൾപ്പെടെ വന്നിട്ടും 200-ലധികം തിയേറ്ററുകളിൽ ഇപ്പോഴും ട്രെൻഡിങ്ങിലുണ്ട്. അതായത് 9ാമത്തെ ദിവസം എനിക്ക് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർക്ക് പറയാൻ പറ്റും, 8 കോടി ഡിജിറ്റിന് മുകളിലാണ് ഇപ്പോഴും കേരളത്തിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അത് 8ാമത്തെ ദിവസം, അതായത് 2ാം വാരം കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം അത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ ഉത്തരമേ മലയാള സിനിമ ഇൻഡസ്ട്രി പറയാനുള്ളൂ, സിനിമ സൂപ്പർ ഹിറ്റാണ് എന്ന് മാത്രമാണ്. അവിടെ തന്നെ പൊതുവെ പറയുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, റിവ്യൂ കൊടുക്കുന്നതിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്ന രീതി ബുക്ക് മൈ ഷോയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഈ സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് ഉണ്ടായപ്പോൾ, ഗംഭീരമായിട്ട് ഹൈപ്പ്, നല്ല സിനിമയായിട്ടാണ് ഹൈപ്പ് ഉണ്ടാകുന്നത്, നല്ല കളക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ചില സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ ചില ആളുകൾ, ചില റിവ്യൂ മുമ്പ് ചെയ്യുന്ന ആളുകൾ തന്നെ പറയുന്നു ആളുകളെ കയറ്റുന്നുണ്ടാകും. ആ പ്രവണത എന്തായാലും ഗോപാലൻ ചേട്ടൻ ചെയ്യില്ല എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയത്. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇങ്ങനെ പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്?
നമ്മൾ ഗോകുലം സിനിമ നിർമ്മാണം മാത്രമല്ല, ഡിസ്ട്രിബ്യൂഷൻ വളരെ സജീവമായിട്ട് 3 വർഷം ആയിട്ടുള്ളതാണ്. കോവിഡ് ഇറങ്ങിയ ശേഷം ഉടൻ എന്ന ചിത്രം തൊട്ട് അദ്ദേഹം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തേക്കുന്നതുമായ അന്യഭാഷ ചിത്രങ്ങളുണ്ട്, മലയാളത്തിലെ സൂപ്പർ ചിത്രങ്ങളുണ്ട്. ഇതിലൊന്നും തന്നെ നമ്മൾ പിന്തുടർന്ന് വന്ന ഒരു രീതിയല്ല ആളെ കയറ്റുന്ന രീതി. കാരണം അതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾ ഫ്രീ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് താല്പര്യമില്ല. കാരണം പടം ആളുകൾ വന്ന് കാണാം, അല്ലെങ്കിൽ നാളെയോ ആളുകൾ പറയും ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കുക. അതാണല്ലോ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇപ്പം വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം, നമ്മൾ ആളെ കയറ്റി എന്നുള്ളത് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഒറ്റ ഉത്തരം മതി. 1,77,000 ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ പടം റിലീസാകുന്ന 24 അവേഴ്സിനുള്ളിൽ വിറ്റ ഒരു ചിത്രത്തിന് ഇപ്പം നിങ്ങൾ ബുക്ക് മൈ ഷോ നിങ്ങളുടെ ഫോണിലുണ്ട് നോക്കിയാൽ കാണാം 34,200 വോട്ടുകളാണ് ഇന്ന് വരെ ചെയ്തേക്കുന്ന ആളുകൾ. നമ്മൾ ആദ്യത്തെ ട്രെൻഡ് കണ്ടപ്പോൾ തന്നെ, അതായത് പടം ഇറങ്ങി 8 മണിക്ക് തുടങ്ങി ഒരു ഷോ വിടാണ്ട് 2 മണിക്കൂർ 32 മിനിറ്റാണ് ഈ പടത്തിൻ്റെ ദൈർഘ്യം. ഇൻ്റർവ്യൂ ഉൾപ്പെടെ ആദ്യം ആളുകൾ വെളിയിൽ ഇറങ്ങുന്നത് 10 മണി കഴിഞ്ഞ് 40 മിനിറ്റിൽ ഇറങ്ങാൻ പാടുള്ളൂ. പക്ഷെ 9:45 പടത്തിൻ്റെ ഫുൾ റിവ്യൂ ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളിലും വന്നു തുടങ്ങി. അപ്പോൾ തന്നെ നമുക്ക് ആരും മനസ്സിലായി. പക്ഷെ അതിൻ്റെ ഒരു തീവ്രത മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഉൾപ്പെടെ, ഞാൻ ബുക്ക് മൈ ഷോയിൽ ഉൾപ്പെടെയാണ് ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഉൾപ്പെടെ ചിത്രത്തിനെതിരെ കരുതി കൂട്ടി റേറ്റിംഗ്. ഇപ്പം 10ൽ നമുക്ക് റേറ്റിംഗ് കൊടുക്കുക, എല്ലാവരും നിങ്ങൾ റേറ്റിംഗ് ചെയ്യുന്നവരാണ്. 10ൽ 1 എന്നുള്ള രീതിയിൽ ബോർഡ്സുകളെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് കണ്ടിന്യൂസ് മറ്റുള്ള ഏതോ ആളുകൾ വേറെ ആരോ പേര് ചെയ്ത പോലെ ഇതിനെതിരെ ഒരു ഭയങ്കരമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇവ ചോദിച്ച 1,77,000 ടിക്കറ്റ് എടുത്തതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞ ഗോകുലം അല്ലെ നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മിനിമം ഒരു 30,000 ടിക്കറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ 60 ലക്ഷം രൂപ മതിയുള്ളൂ. അത്രയും ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 10 വേണം മേടിക്കാമായിരുന്നല്ലോ. നമ്മളത് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ടിക്കറ്റ് മേടിക്കുന്ന സ്വാഭാവികമായിട്ട് ആ ടിക്കറ്റിൻ്റെ വോട്ട് ഇടാനുള്ള അവകാശം നമുക്ക് തന്നെയല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മൾ ഒരു ടിക്കറ്റ് പോലും ഈ പടത്തിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ അതിൻ്റെ നിങ്ങൾ കൂടുതൽ ആ റിവ്യൂവിലോട്ട് ഷോയുടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം, ബോർഡ്സിൽ നിന്നും ഐ വാസ് ഓൺ ദ മൂവി എന്താ യാതൊരു സെൻസും ഇല്ലാത്ത രീതിയിലുള്ള റിവ്യൂ ഒക്കെയാണ് ആൾക്കാർ ഇത് തികയ്ക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി നമ്മളിനി ഇപ്പറ നിന്നുകൊണ്ട് എത്ര ആളുകളോട് സുഹൃത്തുക്കളോട് പറഞ്ഞ് റേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലും ആ ക്യാമ്പയിൻ ഒരിക്കലും വിജയിക്കില്ല. കാരണം അപ്പുറത്തെ പക്ഷം ഇത് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, കച്ചയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മനസ്സിലായതുകൊണ്ടാണ് ബുക്ക് മൈ ഷോ റിവ്യൂവിനെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും, ഇപ്പോഴും ബുക്ക് മൈ ഷോയിൽ ചിത്രം ട്രെൻഡിങ് ആണ്. ചിത്രത്തിന് ഇപ്പോഴും കളക്ഷൻ ഉണ്ട്. ഇപ്പോഴും ഈവനിങ് ഷോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും വൺ ഡിമാൻഡ് തന്നെയാണ് ചിത്രത്തിനുള്ളത്. അതുകൊണ്ട് ചിത്രം സൂപ്പർ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വരാനുള്ള 2 ആഴ്ചകളിൽ നമുക്ക് 100% ഉറപ്പുണ്ട്. കാരണം ക്രിസ്മസിന് നമുക്ക് ഏത് സീസൺ ആയാലും നമുക്ക് വേണമെങ്കിൽ സേഫ് സോൺ ആയിട്ട് December 25 ഈ പടം റിലീസ് ചെയ്താൽ മതിയായിരുന്നു. കാരണം ഏറ്റവും നല്ല സേഫ് സോൺ എല്ലാവരും ഫെസ്റ്റിവലിനെ വരുന്നത്. കാരണം പ്രീ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുടുംബ പ്രേക്ഷകരും എക്സാം ഒക്കെ കഴിയാനായിട്ട് ഫാമിലി വെയിറ്റ് ചെയ്യും. കുട്ടികളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഫാമിലി ഓഡിയൻസ് വരിക. നമ്മളതിന് വെയിറ്റ് ചെയ്യാതെ, കാരണം നമുക്ക് വെയിറ്റ് ചെയ്യുന്നൊരു യൂത്ത് ഓഡിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ 18-ന് റിലീസ് ചെയ്തത്. ഇനി യഥാർത്ഥ ഫാമിലി ഓഡിയൻസ്, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിലീപേട്ടൻ്റെ സപ്പോർട്ട്, അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ എപ്പോഴത്തെയും സ്ട്രോങ് ഫോർട്ടായിട്ടുള്ള ഫാമിലി ഓഡിയൻസ് ചിത്രത്തിന് ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർ ഇന്നും നാളെ ഈ വരുന്ന വീക്കെൻഡുകളിൽ തീർച്ചയായും ചിത്രത്തിലെത്തി ഇത്രയുള്ള മറ്റൊരു ലെവലിലേക്ക് ഈ ചിത്രത്തെ കൊണ്ടുപോകും. 50 കോടിയിൽ നിന്നും 100 കോടി ക്ലബ്ബ് വിദൂരമല്ല എന്നുള്ള 100% കോൺഫിഡൻസിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ദിലീപേട്ടാ